മറ്റു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ കണ്ടപ്പോൾ മനസ്സിലായി ഏത് ചാപ്റ്റർ ആണ്? ഡിഫറൻസിയേഷൻ. ഓക്കെ, ഇത് ഏത് ടോപ്പിക് ആണ് എന്ന് ചോദിച്ചാൽ പരിചയം കിട്ടുമല്ലോ അല്ലേ? ഏത് ടോപ്പിക്കാ ഒന്ന് ഓർത്തേ. y = x⁻1/x ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ്. ഇവിടെ നോക്കിയേ, ക്വസ്റ്റൻ ഷോ ദാറ്റ് dy/dx കണ്ടുപിടിച്ചാൽ മാത്രം പോലെ അറ്റ് x = 1 മീൻസ് കിട്ടിയ ആൻസറിനുള്ളിൽ x-ന് 1 കൊടുക്കുമ്പോൾ ഫൈനൽ ആൻസർ 1 കിട്ടണം. ഓക്കെ, നല്ല ക്വസ്റ്റൻ ആണ്, അടിപൊളി ക്വസ്റ്റൻ ആണ്. സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിത് ചെയ്യും തുടങ്ങുന്ന നോക്കിക്കോണേ. y = x⁻1/x. ഉടനെ നമ്മൾ അപ്പുറം ഇപ്പുറം ലോഗ് എടുക്കണം മോനെ. അപ്പൊ ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ് ഫസ്റ്റ്. ഓക്കെ, അപ്പുറം ഇപ്പുറം ലോഗ് എടുക്കുക. അപ്പൊ നമ്മൾ നോക്കിക്കേ, ലോഗ് ഓഫ് y ദാറ്റ് ഈസ് ആരാ മോനെ? ലോഗ് y ദാറ്റ് ഈസ് ലോഗ് ഓഫ് x⁻1/x. അപ്പുറം ഇപ്പുറം ലോഗ് എടുത്തു. നെക്സ്റ്റ് ലോഗ് അപ്ലൈ ചെയ്യണം. ലോഗ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒന്നും ചെയ്യാനില്ല, ലോഗ് y. റൈറ്റ് സൈഡിൽ ലോഗിനുള്ളിൽ കിടക്കുന്ന x-ന് പവർ 1/x ഉണ്ട് മോനെ. ഈ 1/x ഇവിടെ പുറത്ത് വന്ന് 1/x ഇൻറ്റു ആരെന്ന് കിട്ടും മോനെ? ലോഗ് x. ഇത്രയും ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ ഡിഫറൻസിയേഷൻ നടത്താം. ദാറ്റ് ഈസ് ഡിഫറൻഷിയേറ്റിംഗ്. ലോഗ് y ഡെറിവേറ്റീവ് 1/y ഇൻറ്റു dy/dx എന്ന് മറക്കാതെ ഇരിക്കുക കേട്ടോ. കാരണം ലോഗ് x 1/x, ലോഗ് y 1/y ഇൻറ്റു dy/dx എന്ന് എഴുതാൻ മറക്കല്ലോ കേട്ടോ. y ആയതുകൊണ്ടാണേ. ഇവിടെ നോക്കിക്കേ, റൈറ്റ് സൈഡ് നോക്കിക്കേ, 1/x ഇൻറ്റു ആരാ മോനെ? ലോഗ് x. രണ്ട് പേരുടെ പ്രോഡക്റ്റ് ആണ്, പ്രോഡക്റ്റോട് ഉപയോഗിക്കണം. ഓക്കെ, ഇതിനിടയ്ക്ക് നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. റിവിഷൻ ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാത്സിനെ ഫുൾ മാർക്കിൽ എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. ഈ സമയത്തിനുള്ളിൽ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ കൂടെ പഠിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നുള്ള ക്ലാസ് താഴെ നിന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടില്ലാതെ മാത്സിനെ ഫുൾ മാർക്കിൽ എത്തിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട മാക്സിമം മാർക്ക് വാങ്ങാനുള്ള എല്ലാ വഴിയും കിട്ടും. ഓക്കെ, എല്ലാവർക്കും ജോയിൻ ചെയ്യാം. താഴെ നിന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ഒന്ന് കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് 1/x ഇൻറ്റു ലോഗ്സിന്റെ പ്രോഡക്റ്റ് എന്തായിരുന്നു? പ്രോഡക്റ്റ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അതാണ്. അപ്പൊ നോക്കിക്കേ, ഞാൻ ഉപയോഗിക്കാൻ പോണേ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ദാറ്റ് ഈസ് ലോഗ് x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ആൻസർ ആരാ മോനെ? -1/x². 1/x ഡെറിവേറ്റീവ് അറിഞ്ഞിരിക്കണേ. 1/x ഡെറിവേറ്റീവ് ചെല്ലു 1/1 എന്നൊക്കെ എഴുതിക്കും. x-ന്റെ 1 ആണ്. അപ്പൊ 1/x-ന് 1/1 ആണ്, ഒന്നും അല്ല കേട്ടോ. 1/x ഡെറിവേറ്റീവ് -1/x². അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കിക്കണേ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് dy/dx വേണം. dy/dx വേണമെങ്കിൽ ഈ y ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ 1/x ഇൻറ്റു 1/x 1/x² പ്ലസ് ലോഗ് x ഇൻറ്റു -1/x². ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ആ വൈക്ക് വാല്യൂ ഇവിടെ കൊടുത്തെഴുതിയേക്കാം. വൈയുടെ വാല്യൂ എത്രയായിരുന്നു മോനെ? x⁻1/x ആണ്. അത് ഞാൻ അങ്ങ് മാറ്റി ഇവിടോട്ട് കൊടുക്കുവാണ്. x⁻1/x. ഇതുവരെ മതിയായിരുന്നു സാധാരണ ഒരു ക്വസ്റ്റൻ dy/dx എന്ന് ഉള്ളായിരുന്നുവെങ്കിൽ ഇവിടെ നോക്കിക്കേ, x-ന് പകരം 1 എന്ന് കൊടുക്കണം. x-ന് അങ്ങോട്ട് 1 കൊടുത്തേക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കിക്കേ, x-ന് 1 കൊടുക്കുമ്പോൾ 1/1/1 1/1² ലോഗ് 1 ഇൻറ്റു -1/1². x കാണുന്നിടത്തെല്ലാം 1 കൊടുത്തു. ഓക്കെ, 1/1/1 അതെല്ലാം 1 ആണ്. ഇത് 1/1² 1 ആണ്. ഇത് മോനെ 0 ആയി. എന്തുകൊണ്ടാ അത് 0 ആയി? ലോഗ് 1 ഈസ് എത്ര? 0. 0 ഇൻറ്റു ദിസ് ടൈം ഈസ് 0. 1 ഇൻറ്റു 1 പ്ലസ് 0 ഈസ് 1 ഇൻറ്റു 1. ആൻസർ ഈസ് എത്ര ആണ്? 1. ഓക്കെ, അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക്. അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, പഠിച്ചെടുക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് ഉറപ്പാണ്. ഇത് ഇഷ്ടപ്പെട്ടാൽ ഒരാൾ പോലും ഒന്ന് ഷെയർ ചെയ്യാതിരിക്കല്ലേ. നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്തോണം. നിങ്ങൾക്ക് വേണ്ട അടിപൊളി ക്വസ്റ്റൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഗുഡ് ബൈ.